നമസ്കാരം. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി നടപ്പാക്കുന്ന ജീവാനന്ദം പദ്ധതി ധനമന്ത്രി ബാലഗോപാൽ പ്രഖ്യാപിച്ച പ്ലാൻ ബിയുടെ തുടക്കമാണത്. ജീവാനന്ദം പദ്ധതിയിലൂടെ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് 10 മുതൽ 20% വരെ ഓരോ മാസവും സർക്കാരിന് ലഭിക്കും. 500 കോടി രൂപയ്ക്ക് മുകളിൽ സർക്കാരിന് ഒരു മാസം ലഭിക്കും. വർഷം 6000 കോടി സർക്കാരിന്റെ കയ്യിലേക്ക് ലഭിക്കുമെന്ന് ഇതിലൂടെ വ്യക്തം. ഭരണത്തിന്റെ അവസാന 2 വർഷം 12,000 കോടി ഇതിലൂടെ സർക്കാരിന് ലഭിക്കും. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ജീവനക്കാർ നിലവിൽ ശമ്പളത്തിന്റെ 10% പെൻഷൻ കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്. ഇതുകൂടാതെ PF, സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ്, ഗ്രൂപ്പ് ഇൻഷുറൻസ്, മെഡിസെപ് തുടങ്ങിയ നിർബന്ധിത പിടുത്തവും ശമ്പളത്തിൽ നിന്നുണ്ടെന്ന് ഓർക്കണം. ജീവാനന്ദത്തിന്റെ പേരിൽ പിടിക്കുന്ന നിശ്ചിത ശതമാനം കൂടിയാകുമ്പോൾ ജീവനക്കാരന്റെ ശമ്പളത്തിൽ 35% കുറവുണ്ടാകുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു ആനുകൂല്യങ്ങളും സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല. ക്ഷാമബത്ത 19% കുടിശ്ശികയാണ്. പ്രഖ്യാപിച്ച 2% ക്ഷാമബത്തയുടെ 39 മാസത്തെ കുടിശ്ശികയും നഷ്ടപ്പെട്ടു. വർഷങ്ങളായി ലീവ് സറണ്ടറും ലഭിക്കുന്നില്ല. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഗഡുക്കളും അനന്തമായി മരവിപ്പിച്ചിരിക്കുകയാണ്. 2024 ജൂലൈ മുതൽ ലഭിക്കേണ്ട ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷനെ പോലും ഇതുവരെ വച്ചിട്ടില്ല. ജീവാനന്ദം പദ്ധതി പ്രകാരം ജീവനക്കാരൻ പെൻഷനാകുമ്പോൾ ഓരോ മാസവും നിശ്ചിത തുക ലഭിക്കുമെന്നാണ് വാഗ്ദാനം. ഒരു വർഷം പെൻഷനാകുന്നത് 10,000 മുതൽ 15,000 പേർ വരെയാണ്. ചില വർഷങ്ങളിൽ ഇത് 20,000-ലേക്ക് ഉയരും. സർക്കാരിന് ഏറ്റവും ലാഭമുണ്ടാകുന്ന പദ്ധതിയാണിത്. ജീവനക്കാരന് നഷ്ടവും. ജീവനക്കാരൻ മരണപ്പെട്ടാൽ ആശ്രിതന് ആനുകൂല്യം ലഭിക്കും. ആശ്രിതന്റെ മരണത്തോടെ ഇതിന്റെ ആനുകൂല്യം നിലയ്ക്കും. 56 വയസ്സാണ് റിട്ടയർമെന്റ് പ്രായം. 72 വയസ്സാണ് ശരാശരി ആയുർ ദൈർഘ്യം. സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിനെ മുന്നിൽ നിർത്തി ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത ശതമാനം പിടിച്ച് സർക്കാരിലേക്ക് മുതൽ കൂട്ടാനാണ് ശ്രമം. നിലവിലെ പെൻഷൻ നഷ്ടപ്പെടുമെന്ന ആശങ്കയും ജീവനക്കാർക്കുണ്ട്. 2024-25 ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ ഇതിന്റെ വ്യക്തമായ സൂചനകൾ തന്നിരുന്നു. ബജറ്റ് പ്രസംഗം ഖണ്ഡിക 560 ജീവനക്കാര്യം എന്ന തലക്കെട്ടിലാണ് ബാലഗോപാൽ ഇതിനെക്കുറിച്ച് സൂചന നൽകിയത് തന്നെ. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ഖണ്ഡികയുടെ അവസാന ഭാഗത്ത് ബോൾഡ് അക്ഷരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു അഷ്വേർഡ് പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കുന്നതിന് വേണ്ടി പുതിയ സ്കീം രൂപീകരിക്കും. മറ്റ് സംസ്ഥാനങ്ങളിലെ പുതിയ പദ്ധതികൾ കൂടി പഠിച്ച് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ജീവാനന്ദം പദ്ധതിയെക്കുറിച്ച് രൂപരേഖ പഠിക്കാൻ ഇറക്കിയ ഉത്തരവിലും ബജറ്റ് പ്രസംഗത്തിന്റെ കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. പങ്കാളിത്ത പെൻഷൻകാർക്ക് പകരം മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും വേണ്ടിയാണ് ജീവാനന്ദം പദ്ധതി എന്ന ഉത്തരവ് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ വിരമിക്കുന്ന ജീവനക്കാർക്ക് പെൻഷൻ മാസം തോറും കിട്ടുന്നുണ്ട് എന്നിരിക്കെ വിരമിച്ച പെൻഷൻകാർക്ക് മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന ജീവാനന്ദം പദ്ധതി എന്തിനു നടപ്പാക്കണമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ പശ്ചാത്തലത്തിൽ നിലവിലെ പെൻഷൻ സമ്പ്രദായം നിർത്തലാക്കാനുള്ള സർക്കാർ നീക്കമാണ് ഇതെന്ന സംശയം ഉയരുന്നത്. 2,300 കോടിയാണ് ഒരു മാസം പെൻഷന് വേണ്ടി ചെലവാകുന്നത്. ജീവാനന്ദം പദ്ധതിയിൽ സർക്കാർ യു-ടേൺ അടിക്കും. പദ്ധതി നിർബന്ധിതം എന്നതിന് പകരം താല്പര്യമുള്ളവർക്ക് എന്നാക്കി ഉത്തരവ് തിരുത്തും. പദ്ധതിക്കെതിരെ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് യു-ടേൺ അടിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. ജീവാനന്ദം ജീവനക്കാരുടെ പോക്കറ്റ് അടിക്കുന്നതിന് തുല്യമാണെന്നും നിർബന്ധിത നിക്ഷേപ പദ്ധതി അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. ഇതോടുകൂടിയാണ് താല്പര്യമുള്ളവർക്ക് ചേരാമെന്ന രീതിയിൽ പദ്ധതി ഉടച്ചു വാർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ നീക്കങ്ങൾ ധനവകുപ്പിൽ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഇത് പാതി വഴിയിൽ നിൽക്കുകയും ജീവാനന്ദത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാനുള്ള ഒരു സൂത്ര വഴിയും അവർ ആലോചിക്കുന്നുണ്ട്. നന്ദി. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി, ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.